നമസ്കാരം. ഒ പിയിൽ വരുന്ന പേഷ്യൻസ് പറയുന്ന പ്രധാന ഒരു കംപ്ലൈൻ്റ് ആണ് ഐ ഫ്ലോട്ടേഴ്സ്. നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്കോ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലേക്കോ നോക്കുമ്പോൾ കണ്ണിൻ്റെ മുന്നിലായിട്ട് നൂല് പോലെ, മുടിക്കെട്ട് പോലെ, എട്ടുകാലിയുടെ വല പോലെ, അനങ്ങുന്ന പോലെയുള്ള ഒരു തോന്നലുണ്ടാവും. അതിനെ പറഞ്ഞാണ് ഐ ഫ്ലോട്ടേഴ്സ്. കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസിൻ്റെയും റെറ്റിനയുടെയും ഇടയിലായിട്ട് വിട്രിയസ് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. ഒരു ജെൽ ലൈക്ക് സ്ട്രക്ചറാണ്. അത് ലിക്വിഫൈ ആകുമ്പോൾ അതിന് ഷ്രിങ്കേജ് സംഭവിക്കുകയും അതിൻ്റെ ഷാഡോ റെറ്റിനയിൽ പതിക്കുകയും ചെയ്യുമ്പോഴാണ് ഐ ഫ്ലോട്ടേഴ്സ് ഉണ്ടാകുന്നത്. ഐ ഫ്ലോട്ടേഴ്സ് അത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു രോഗമല്ല, വിഷ്വൽ അക്യൂറ്റിയെ ബാധിക്കുന്ന രോഗമല്ല. പക്ഷേ സാധാരണ 50 വയസ്സിന് മുകളിലുള്ള ആളുകളിലും മൈനസ് പവർ സ്പെക്ട്സ് യൂസ് ചെയ്യുന്ന ഹൈ മയോപ്പിക് ആയിട്ടുള്ള ആളുകൾ, കണ്ണിനകത്ത് വരുന്ന ഒരു യുവിഐറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള നീർക്കെട്ട് ഉള്ള ഒരു അവസ്ഥ, പിന്നെ പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെന്റ്, റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നീ അവസ്ഥകളിലൊക്കെ ഫ്ലോട്ടേഴ്സ് കാണാവുന്നതാണ്. ഫ്ലോട്ടേഴ്സ് ഉള്ള വ്യക്തി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലോട്ടേഴ്സിൻ്റെ എണ്ണം കൂടുക. ഫ്ലോട്ടേഴ്സിൻ്റെ കൂടെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കുള്ള മൂടൽ, കണ്ണിൻ്റെ വശങ്ങളിലുള്ള കാഴ്ചയുടെ ബുദ്ധിമുട്ട്, കണ്ണിൽ ഫ്ലാഷ് അടിക്കുന്ന പോലുള്ള ഒരു തോന്നൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഫ്ലോട്ടേഴ്സിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഐ ഫ്ലോട്ടേഴ്സിന്റെ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഒ പി കൺസൾട്ടേഷനിൽ പ്രധാനമായിട്ടും റെറ്റിനയുടെ എക്സാമിനേഷൻ ആണ് ആദ്യമായിട്ട് വേണ്ടത്. കണ്ണിൽ മരുന്ന് വെച്ചിട്ട് കണ്ണ് വികസിപ്പിച്ച് റെറ്റിനയുടെ പൂർണ്ണമായിട്ടുള്ള പരിശോധന. റെറ്റിനയിൽ ഹോൾസ് ഇല്ല, റെറ്റിനയിൽ ഡിറ്റാച്ച്മെന്റ് ഒന്നും സംഭവിച്ചില്ല, വിട്രിയസ് ഡിറ്റാച്ച്മെന്റ് ഇല്ല, ബ്ലീഡിംഗ് ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി ആയിട്ടാണ് ഐ ഫ്ലോട്ടേഴ്സിന്റെ പ്രധാന ചികിത്സ ഉള്ളത്.